ക്ഷേമ പെൻഷനുകളുടെ വിതരണം തന്നെ പ്രതിസന്ധിയിലായിരിക്കെ അനുവദിക്കപ്പെട്ട തുക നിരാശ്രരായ ഗുണഭോക്താക്കളെ വഞ്ചിച്ച് കൈക്കലാക്കിയാലോ? അത്തരത്തിലൊരു കള്ളക്കളി വെളിച്ചത്തായിരിക്കുകയാണ് പാലക്കാട് മേലാർകാട് പഞ്ചായത്തിൽ. CPIM ഭരിക്കുന്ന പഞ്ചായത്തിൽ പാർട്ടി നേതാക്കളുടെ ഒത്താശയോടെ ക്ഷേമ പെൻഷൻ വിതരണ ഏജന്റ് തട്ടിയെടുത്തു എന്ന പരാതിയാണ് ഉയർന്നത്. നേരത്തെ ഇതേ പഞ്ചായത്തിൽ മരിച്ചവരുടെ പേരിൽ പെൻഷൻ തട്ടിയെടുത്തതായി ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ട് കാണാം. ഇത് ചേരാമംഗലം സ്വദേശിനി തായു. 86 വയസ്സുള്ള തായുവിനടക്കം ലഭിക്കേണ്ട ക്ഷേമ പെൻഷനാണ് വിതരണക്കാരൻ മുക്കിയത്. ചേരാമംഗലത്തെ തായുവിന് ഇനിയും ക്ഷേമ പെൻഷൻ കയ്യിൽ കിട്ടിയിട്ടില്ല. രേഖകളിൽ പക്ഷേ തായു പണം കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പണം എവിടെ പോയി? അതിലാണ് കള്ളക്കളി. പ്രദേശത്ത് പലർക്കും പെൻഷൻ കിട്ടിയിട്ടും തങ്ങൾക്ക് ലഭിക്കാതായതോടെ വൃദ്ധർ പഞ്ചായത്തിൽ അന്വേഷണം നടത്തി. അപ്പോഴാണ് നേരത്തെ തന്നെ പണം കൈപ്പറ്റിയിരുന്നതായി തിരിച്ചറിഞ്ഞത്. തായു അമ്മ പറഞ്ഞ പെൻഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്നോട് ഒരു 3-ാം തീയതി 4-ാം തീയതി ആയിട്ടാണ് ഇവരെനിക്ക് വാട്സപ്പിൽ ആധാർ അയച്ചു തന്നത്. ഇവർ അക്ഷയയിൽ പോയി പരിശോധിച്ചു. അവിടെ നോക്കുമ്പോൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പൈസ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആ വാട്സപ്പിൽ ആധാർ അയച്ചു തന്നു. ആ ആധാർ ഞാൻ ഞങ്ങളുടെ ഫോണിലെ ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹമെമ്പറായ ഷൈജു മെമ്പർ അപ്പോഴും പറഞ്ഞു, ചേച്ചി ഇതിൽ തിരിമറി നടന്നിട്ടുണ്ട്. കമലാക്ഷിയുടെ പെൻഷൻ സംഭവം വിവാദമായതിന് പിന്നാലെ ഏജന്റും പാർട്ടി നേതാക്കളും എത്തി കയ്യിൽ നൽകി. പോരെങ്കിൽ ഒരു ഉറപ്പിന് പരാതിയില്ലെന്നും എഴുതി വാങ്ങി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് എഴുതാനൊന്നും അറിയില്ല പറഞ്ഞപ്പോൾ വലിയവളിനെ കൊണ്ട് എന്ന് എഴുതി പറഞ്ഞു. അവളും എഴുതിയൊന്നുമില്ല, അവൻ തന്നെ എഴുതിയും എന്നെ കൊണ്ട് ഒപ്പിടിക്കാൻ പറഞ്ഞു. ഒപ്പിട്ട് പരാതി ഇല്ലല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പൈസ കിട്ടിയില്ല എന്നുള്ള പരാതിയല്ലേ. അപ്പോൾ ആ പൈസ കിട്ടി, ഇനിയിപ്പോൾ ഒരു പരാതിയില്ല പറഞ്ഞു. അങ്ങനെ ഇതിൽ ഒപ്പിടിയും പറഞ്ഞ് അങ്ങനെ ഒപ്പിട്ടു. പഞ്ചായത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മരിച്ചവരുടെ പേരിൽ വരെ പെൻഷൻ തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കമലാക്ഷി അടക്കം നിരവധി വയോധികർ സമാനമായ രീതിയിൽ വിതരണക്കാരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകാനാണ് സാധ്യത. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെ ഇപ്പോൾ കഷ്ടത്തിലാണ്. വല്ലപ്പോഴും കിട്ടുന്ന പെൻഷൻ തുക ആരെങ്കിലും അടിച്ചു മാറ്റുക കൂടി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു. ബന്ധപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിച്ചു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള അനക്കവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. കാണാം പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് അവരുടെ പ്രതികരണങ്ങൾ. അപ്പോൾ പഞ്ചായത്തിൽ പോയപ്പോൾ പൈസ കൈപ്പറ്റി പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആര് കൈപ്പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ മരിച്ചവരുടെ പെൻഷൻ എടുത്തു. അത് രേഖാപരമായി തന്നെ പിടിക്കപ്പെട്ടു. അതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് നമ്മൾ ബോർഡിൽ ആവശ്യപ്പെട്ടു. ബോർഡിൽ നടക്കാണ്ടായപ്പോൾ വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് അത് നിർത്തിവെച്ചു. ഞങ്ങളൊരു പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയൊന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് ഇനി ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കണം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള അവർക്കാണെങ്കിലും ഒരു ഭീഷണി ഇല്ലാതിരിക്കണം. ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്ന ഈ പാവങ്ങളായ അമ്മമാരിനെ ഇതേപോലെ വേദനിപ്പിക്കുന്നതിൽ ദുഃഖമുണ്ട്. ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. നിയമപരമായ നിയമ നടപടി സ്വീകരിച്ച് ഈ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരെ മുഴുവൻ ക്രിമിനൽ കേസെടുത്ത്, ചീറ്റിങ്ങിന് കേസെടുത്ത് നിയമപരമായ ശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടി ഗവൺമെൻറ്റും പഞ്ചായത്ത് ഭരണസമിതിയും സമൂഹവും തയ്യാറാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.